Hi friends, welcome back to our channel. ഞാൻ രഞ്ജു ഫ്രം വൈകി സൗണ്ട് അക്കാഡമി. നമുക്കറിയാം നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു സ്റ്റുഡിയോയുടെ അതുപോലെ നമ്മുടെ ബാൻഡിൻ്റെ കുറച്ച് വർക്ക് കാരണം കുറച്ച് തിരക്കിലായിരുന്നു. നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് അതുപോലെ മെസ്സേജസ് വരാറുണ്ട്. നമ്മുടെ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്, ഒരുപാട് ആൾക്കാർക്ക് ബെനിഫിഷ്യലാണ്, ബിഗിനേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാ വീഡിയോസ് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 40 വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസ് പോയി കാണാം, അതേപോലെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഏകദേശം എല്ലാ കമൻറ്റ്സും തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ ഒരുപാട് ആൾക്കാർ ഡൗട്ട്സ് വയ്ക്കാറുണ്ട്, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴേക്കാ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ് പ്രോഡക്റ്റിൻ്റെ. നമുക്കറിയാം എല്ലാ സിംഗേഴ്സും മ്യൂസീഷ്യൻസും സ്റ്റേജിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പ്രോപ്പർ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പാടുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കണം. അതേപോലെ കെറോക്കെയാണ് പ്ലേ ചെയ്യണമെങ്കിൽ ആ കെറോക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കണം. അല്ലെങ്കിൽ വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ്സിന് ഫീഡ്ബാക്ക് പ്രോപ്പറായിട്ട് കിട്ടണം. ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് കിട്ടണം. ബാൻഡ് മെമ്പേഴ്സിന് സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടണം. അതെപ്പോഴും ഒരു ചാലഞ്ചാണ്. ഒരു നല്ല സൗണ്ട് എഞ്ചിനീയർ അല്ല, നല്ല സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പ്രോപ്പർ ഫീഡ്ബാക്ക് കിട്ടാൻ. നമുക്ക് കറക്റ്റായിട്ട് ഇതിന് ബുദ്ധിമുട്ട് അറിയാം, കാരണം നമ്മൾ ഒരുപാട് നാളെ ബാൻഡായിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. ഒരുപാട് സ്ഥലത്ത് വേറെ വേറെ സൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രോപ്പർ ഫീഡ്ബാക്ക് കിട്ടണമെന്നില്ല. ഈ ഒരു പ്രോബ്ലമിൻ്റെ ഒരു കറക്റ്റ് സൊല്യൂഷനാണ് ഇൻ ഇയർ മോണിറ്റേഴ്സ്. നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2-3 സ്പീക്കേഴ്സ് വെക്കും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി. അതിനാണ് സ്റ്റേജ് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് മോണിറ്റേഴ്സിൻ്റെയും ഇന്നറിയർ മോണിറ്ററിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേജ് മോണിറ്റർ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കൂടി കേൾക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന മോണിറ്ററിൽ നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ ആൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ ഇൻസ്ട്രുമെൻറ്റ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോപ്പർ ഇൻ ഇയർ മോണിറ്റർ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെവിയിൽ പ്രോപ്പർ ഫീഡ്ബാക്ക് തന്നെ കിട്ടും. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ എഞ്ചിനീയറിൻ്റെ അടുത്ത് പറയാം, എനിക്ക് എൻ്റെ വോക്കൽസ് കൂടുതൽ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഗിറ്റാർ കുറച്ച് കൂടുതൽ വേണം, അല്ലെങ്കിൽ കെറോക്കെ കുറച്ചുകൂടി കൂട്ടി തരാമോ. അപ്പോൾ വേറെ ആൾക്കൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻ ഇയർ മോണിറ്റേഴ്സാണ് പ്രൊഫഷണലി എല്ലാം സിംഗേഴ്സ് അതേപോലെ മ്യൂസീഷ്യൻസ് വേൾഡ് വൈഡ് പ്രിഫർ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണിത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഇൻ ഇയർ മോണിറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കമ്പനീസ് ഇൻ ഇയർ മോണിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ഷുവർ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ബെറിഞ്ചർ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ X5 എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, സെൻഹൈസർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒന്ന് നമുക്കത് വയർലെസ് ആയിട്ട് മേടിക്കാം, അതല്ലെങ്കിൽ വൈഡ് ആയിട്ട് മേടിക്കാം. അപ്പോൾ ഈ വയർലെസ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. നമ്മൾ സ്റ്റേജിൽ നിന്ന് കുറച്ച് മാറിപ്പോയാലും നമുക്ക് വയർ കൊണ്ട് നടക്കണ്ട. പക്ഷേ വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് കോസ്റ്റ്ലിയാണ്. അത് അറൗണ്ട് 40-50,000 വരും നല്ല ഒരു സിസ്റ്റം സ്റ്റാർട്ടിങ് തന്നെ. ഒരു 60,000 മേളിലേക്ക് പോകുമ്പോൾ ഒരു നല്ല വയർലെസ് സിസ്റ്റം. ഞാൻ ഒരിക്കലും അത് ഇപ്പോൾ തന്നെ മേടിക്കാൻ നിങ്ങളോട് പറയില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഏറ്റവും നല്ലതൊരു വയർഡ് ഇൻ ഇയർ മോണിറ്റർ സിസ്റ്റം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് പല കമ്പനീസ് ഉണ്ടാക്കുന്നുണ്ട്, ബെറിഞ്ചർ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് വേറെ കമ്പനീസ് ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറയുന്നത് URX എന്നൊരു ബ്രാൻഡാണ്. ഞാനിതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇത് ഒരു പ്രോപ്പർ കേസായിട്ട് പറഞ്ഞത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ബെറിഞ്ചറിൻ്റെ സെയിം പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ പകുതിയേക്കാളും കുറവ് റേറ്റ് ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആമസോണിൽ പോയി ചെക്ക് ചെയ്യാം. ബെറിഞ്ചറിൻ്റെ ഇൻ ഇയർ മോണിറ്ററിൻ്റെ റേറ്റ് എത്രയാണ്. ഇത് അതിന് ഹാഫ് റേറ്റേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു കേസ് ഉണ്ട്. അത് ബെറിഞ്ചറിൻ്റെ നമുക്ക് കിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ബെറിഞ്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറിഞ്ചറിനേക്കാളും ഫാർ ബെറ്ററാണത്. ഇങ്ങനത്തെ ഒരു ട്രാവൽ കേസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ബോക്സും ഇത് ട്രാവൽ കേസാണ്. ഇപ്പോൾ ഇതിനകത്താണ് ഈ പ്രോഡക്റ്റ്. ഇത് സിപ്പാണ്, ഹാർഡ് കേസാണ്. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് ബാഗിലിടാം, പേടിക്കാണ്ട് ബാഗിലിടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് ഉള്ളിൽ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് തന്നെ ഇതുണ്ട്. പിന്നെ ബാറ്ററി ഇതിനെ കൂടെ കിട്ടില്ല, ഞാനിത് സെപ്പറേറ്റ് മേടിച്ചതാണ് ബാറ്ററി. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു യൂസർ മാനുവൽ. നമുക്കിനി പ്രോഡക്റ്റ് നോക്കാം. ഇതാണ് URXൻ്റെ P2 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് പക്ക മെറ്റൽ ബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തുടക്കം മുകളിൽ നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ വോളിയം കൺട്രോളാണ്. അപ്പോൾ ഇതിനകത്തൊരു LED ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വോളിയം കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ലൈറ്റിൻ്റെ കളറൊക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഓൺ ഓഫിൻ്റെ ബാറ്ററി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓഫ് ആണോ ഓൺ ആണോ കറക്റ്റായിട്ട് കാണിക്കും. ബാറ്ററി വീക്ക് ആണെങ്കിൽ അത് റെഡ് ലൈറ്റ് ഇവിടെ കത്തും. ബാറ്ററി ഓക്കെ ആണെങ്കിൽ ഇത് ഗ്രീൻ ആയിരിക്കും. പിന്നെ ഇവിടെ ഹെഡ്ഫോൺ, നമ്മുടെ നോർമൽ ഹെഡ്ഫോൺസ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതിൻ്റെ മോണോ ആണോ സ്റ്റീരിയോ ആണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റീരിയോ സോഴ്സ് ആണെങ്കിൽ നമുക്ക് സ്റ്റീരിയോ സെലക്ട് ചെയ്യാം. മോണോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മോണോ ആയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിനടിയിൽ എന്ന് പറയുന്നത് ഒരു XLR കോംബോ ജാക്കാണ്.
ഇതിനകത്ത് നിങ്ങൾക്ക് ഫോണോ കണക്ഷനും കൊടുക്കാം, അതേപോലെ XLR കണക്ഷനും കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം നോർമലി ഒരു സ്റ്റേജിൽ മോണിറ്റേഴ്സ് കൊടുക്കുന്നത് നമ്മൾ മിക്സറിൻ്റെ ഓക്സ് സെൻഡാണ്. മിക്കവാറും മിക്സറിൽ അത് XLR ഔട്ട്പുട്ട് ആയിരിക്കും, മിക്കവാറും മിക്സറിൽ ഒരു ഫോണോ ആയിരിക്കും. ഏത് വന്നാലും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. XLR ആയാലും ഫോണോ ആയാലും നമുക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. എല്ലാം ഓക്സ് മോണോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മോണോ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെൻറ്ററിൽ വരും. നിങ്ങൾ സ്റ്റീരിയോ സെലക്ട് ചെയ്താൽ ചിലപ്പോൾ അത് ഏതിലൊരു സൈഡിലോട്ട് ഹെഡ്ഫോൺസിലെ മാറിപ്പോവും. അപ്പോൾ മോണോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണോ കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നോളൂ. പിന്നെ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബെറിഞ്ചറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന് ബാറ്ററി ഉള്ളിലിടാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് മാത്രം ഊരിയാൽ മതി. ഇതെന്ന് പറയുന്നത് ബെൽറ്റിൽ പിടിപ്പിക്കുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ ബാറ്ററി ഇതിനുള്ളിലാണ്. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്ക്രൂ ആണ്, തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഇതിനുള്ളിലാണ്. ഈ സെയിം ഫംഗ്ഷൻ ബെറിഞ്ചറിൽ അവർ ചെയ്തേക്കുന്നത് നമ്മൾ ആ ഉള്ളിലത്തെ ചിപ്പ് സെറ്റ് മൊത്തം പുറത്തേക്ക് എടുക്കണം. അതാണ് അതിന് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. കാരണം നമ്മളത് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിനകത്ത് പൊടി കയറാൻ പല ഇഷ്യൂസ് വരാം, ബെൻഡ് ആവാം. പക്ഷേ ഇതിനകത്ത് ഇത് ജസ്റ്റ് ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് തന്നെ അവർ ബാറ്ററിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബെൽറ്റ് പാക്ക് മാത്രം നമ്മൾ അനക്കിയാൽ മതി. പിന്നെ ബെറിഞ്ചറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു XLR ജാക്കായിട്ട് കണക്റ്റഡ് ആണ്. ബെൽറ്റിൽ പിടിപ്പിക്കാൻ വേണ്ടി നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ ഈ XLRനാണ് ഇതിൻ്റെ ലോഡ് വരുന്നത്. ഇത് ഞാൻ മിക്കവാറും ബെറിഞ്ചറിൻ്റെ ഹെഡ്ഫോൺ ആമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഇവിടുന്ന് ഈ ഒരു പ്ലേറ്റ് ബെൻഡ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വോള്യൂം കിട്ടും. കാരണം ഇത് ബാറ്ററി പവർഡാണ്. ബെറിഞ്ചറിന് തന്നെ ബാറ്ററി അല്ലാത്തൊരു മോഡലുണ്ട്. പക്ഷേ അത് ബാറ്ററി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലെവൽ കിട്ടത്തില്ല ഹെഡ്ഫോൺസിൽ. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെവൽ കിട്ടും. അതുപോലെ ബാറ്ററി ആയാലും നമുക്ക് ഒരു 12 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് കണ്ടിന്യൂസ് ഇതിനകത്ത് നമുക്ക് പാട്ട് കേൾക്കാം. പിന്നെ നല്ല ക്വാളിറ്റിയാണ്, സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെക്കാർ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റേജിൽ ഒരുപാട് ആൾക്കാരുടെ ചെവിയിൽ ഇങ്ങനെ ഒരു ഹെഡ്ഫോൺസ് വെച്ചേക്കണം. അത് ഇങ്ങനത്തെ ഒരു ഹെഡ്ഫോൺ ആമ്പിനാണ് കണക്ഷൻ വരുന്നത്. ഇതിനെ കൂടെ ഹെഡ്ഫോൺസ് കിട്ടത്തില്ല. ഹെഡ്ഫോൺസിനൊക്കെ ആമസോണിൽ ഇയർ മോണിറ്റേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ ഇയർ ഹെഡ്ഫോൺസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹെഡ്ഫോൺസ് കിട്ടും. നിങ്ങൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസിൽ കണ്ടിട്ടുണ്ടാവും സിംഗേഴ്സിൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ട് വരുന്ന ഒരു ഹെഡ്ഫോൺസ്. അതാണ് ഇയർ ഹെഡ്ഫോൺസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഫീഡ്ബാക്ക് കിട്ടും. വേറൊരാൾക്ക് ശല്യമില്ല, നിങ്ങൾക്ക് പ്രോപ്പർ ഫീഡ്ബാക്ക് കിട്ടും. നിങ്ങൾക്ക് പാടാൻ കറക്റ്റ് പിച്ച് കിട്ടും. അതേപോലെ താളം പോകത്തില്ല. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്യുന്ന ആൾക്കും അത് വളരെ ഒരു ഹെൽപ്ഫുള്ളാണ്. കാരണം മിക്സിങ്ങിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സ്റ്റേജ് മോണിറ്റേഴ്സ്. കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു ഹൗളിംഗ് സൗണ്ട് വരുന്ന സ്റ്റേജിൽ അതിന് മെയിൻ കാരണം ഈ ഒരു സ്റ്റേജിൽ വെച്ചേക്കുന്ന സ്പീക്കേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിലെ സ്പീക്കർ നിങ്ങൾക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചാൽ മതിയാവും. ബൈ ചാൻസ് ചെവിന് ഊരിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി. ബട്ട് ഒരുപാട് മോണിറ്റേഴ്സിന് ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാം സൗണ്ട് എഞ്ചിനീയേഴ്സിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് സ്റ്റേജിൻ്റെ ഫീഡ്ബാക്ക്, ഹൗളിംഗ് സൗണ്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മിക്ക സൗണ്ട് കാറിൽ ഇത് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ബെറിഞ്ചറിൻ്റെ ഹാഫ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാ നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഒരുപാട് സ്റ്റുഡൻസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ ലെസൺസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ കണ്ട് പഠിക്കാം. ക്ലാസ്സിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ഡൗട്ട്സൊക്കെ അപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.